അപ്പുറത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. ഈ വീഡിയോ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2022 ജൂൺ മാസം 4-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയോടടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കണ്ണമ്പ്ര കാലപ്പറ്റ താണിപ്പറമ്പിൽ രാകേഷ് എന്ന മണിയുടെയും സന്ധ്യയുടെയും മകളായ കീർത്തന സ്വന്തം അനിയത്തിയുമായി തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോയി വരുന്ന സമയത്ത് കുഞ്ഞ് കാല് തട്ടി ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയും വെള്ളത്തിലേക്ക് വീണ കുഞ്ഞിനെ രക്ഷിക്കാനായി കീർത്തന ഒപ്പം ചാടി ആ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ബാക്കി. ഈ രണ്ട് കുഞ്ഞുങ്ങളും വീഴുന്ന ശബ്ദം കേട്ട് അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞിനെ എടുത്ത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ഒരുമാതിരി ബാഹുബലിയിലെ ഒരു പോസ്റ്റിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള കുഞ്ഞിനെ എടുത്ത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇടുപ്പിനോളം കഴുത്തിനോളം വെള്ളത്തിൽ ഈ കീർത്തനം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. അങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടുകയും പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി അതിലൊരു നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള വീട്ടിലെ കൃഷ്ണേട്ടൻ്റെ മോൻ എന്ന് പറയും അനൂപ് എന്ന് പറയുന്ന പയ്യൻ, അവൻ ഉടനെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ഏണിയിലൂടെ ആ 2 കുട്ടികളെയും കരക്കേറ്റുന്ന സീനൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനകത്ത് ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 8 വയസ്സുകാരി അവൾ തന്നെ അനുജത്തി വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് അത് ഒട്ടും പകച്ചു നിൽക്കാതെ ഒപ്പം വെള്ളത്തിലേക്ക് ചാടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ ധീരകൃത്യമാണ് അവിടെ നടന്നത്. ഈ സംഭവം നടന്നിട്ട് 2 വർഷങ്ങൾ കഴിയുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ 2 വർഷത്തിനിടയ്ക്ക് ഈ കുഞ്ഞിനെ നമ്മുടെ തരൂർ MLA ശ്രീ PP സുമോദ് തൊട്ട് താഴേക്ക് MLA പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധിയായ ക്ലബ്ബുകളും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ വന്ന് അനുമോദിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്തു. മാതൃഭൂമി, മീഡിയ 1 ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ വന്ന് ഈ വിവരം ലോകത്തിലേക്ക് മുഴുവൻ എത്തിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു കഥ നമ്മുടെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ അവരുടെ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ഞാൻ ഇങ്ങനെ ഇവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഈ ധീരതയ്ക്കുള്ള അവാർഡ് പോലുള്ള എന്തെങ്കിലും ഒരു ഓണറേറിയം അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു അഭിനന്ദനം, ഭാവി ജീവിതത്തിലേക്ക് കുട്ടിക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സാധനം, എന്തെങ്കിലും ഒരു അഭിനന്ദനം സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു പ്രത്യാശ അവർക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്ധ്യയും മണിയും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങി 2 വർഷം കഴിയുന്നു. ആലത്തൂർ താലൂക്കിലും കണ്ണമ്പ്ര വില്ലേജിൽ തുടങ്ങി ആലത്തൂർ താലൂക്കിലും തഹസീൽദാരടുത്തും അത് കഴിഞ്ഞ് ജില്ലാ കളക്ടറായിട്ടുള്ള പാലക്കാട് കളക്ടറേറ്റിലും അങ്ങനെ ഈ അപേക്ഷകൾ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ പാവപ്പെട്ടവരായതുകൊണ്ടാവാം ഇവരുടെ അപേക്ഷകൾ ഇപ്പോഴും ഫയലിലിറങ്ങുകയാണ്. ഇതിനേക്കാളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്ത ആളുകൾ പോലും ധീരതയ്ക്കുള്ള പല മെഡലുകൾക്കും ശുപാർശ ചെയ്യപ്പെടുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞ് സ്വന്തം അനുജത്തിയെ രക്ഷപ്പെടുത്താൻ കാണിച്ച അതിതീവ്രമായ ഒരു ആഗ്രഹത്തിൻ്റെ ആ ധീരതയുടെ ചിത്രം എന്തേ നമ്മുടെ സർക്കാർ ഒന്ന് കാണാതെ പോയി. അതൊന്ന് കാണണം, അത് കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പാലക്കാട് ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കുഞ്ഞിന് ഒരു ധീരതയ്ക്കുള്ള അവാർഡ് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവിയിലേക്ക് ഉപകാരപ്പെടും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു മൊമെൻറ്റോ കേന്ദ്ര സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുവരേക്കും, ആ കുട്ടി അർഹതപ്പെട്ട അംഗീകാരം കിട്ടുന്നവരേക്കും, ഇത് ആ അധികാരികൾ കാണുന്നവരേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ കുഞ്ഞാണ്. നാളെ നമ്മുടെ ഒരു കുഞ്ഞിനോ നമ്മുടെ പരിസരത്തുള്ളൊരു കുഞ്ഞിനോ ഇതുപോലൊരു അർഹതയ്ക്കുള്ള അംഗീകാരം തട്ടിക്കളയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പ്രതികരിക്കേണ്ടവരാണ്. നിർബന്ധമായും പ്രതികരിക്കുക. ആ കുഞ്ഞിന് ഭാവിയിൽ ഒരുപക്ഷെ വലിയ കൈത്താങ്ങാവുന്ന ആയേക്കാവുന്ന
ഒരു സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ഒരു ധീരതയ്ക്കുള്ള രക്ഷാപതകം പോലെ എന്തെങ്കിലും ഒരു ഉപഹാരത്തിന് വേണ്ടിയാണ് ഈ കുട്ടിയെ അർഹതപ്പെടുന്ന ഒരു കുട്ടിയാണ്, അല്ലാതെ അനർഹയല്ല. ഈ അർഹത എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കാണാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. അത് തന്നെയാണ് നമ്മുടെ ആവശ്യവും. ഇത് കാണണം, അറിയണം, അറിയേണ്ടവരെല്ലാവരും അറിയണം. അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഈ പരാതി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അപേക്ഷകൾ കൊടുത്തതിന് ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചാലും അവരൊക്കെ പറയുന്നത് ആ കുട്ടിക്ക് അർഹതയുണ്ട്, കൊടുക്കണമെന്ന് തന്നെയാണ്. പിന്നെ ആരാണ് തടസ്സപ്പെടുത്തുന്നത്, എന്താണ് തടസ്സം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത്. ആ കുഞ്ഞിന് അർഹതപ്പെട്ട അംഗീകാരം കിട്ടും വരെ നമ്മൾ ഈ വീഡിയോകളുമായി നമ്മൾ ഈ സർക്കാരിൻ്റെ മുമ്പിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അത് ആരാണ് തടസ്സപ്പെടുന്നതെങ്കിൽ ആ തടസ്സങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നിങ്ങളെല്ലാവരുടെയും ഒരു ഷെയർ കൊണ്ട് കഴിയും. ലോകം കാണട്ടെ കീർത്തനയുടെ ഈ ധൈര്യം, ലോകം അറിയട്ടെ കീർത്തനയുടെ ഈ ഒരു ഗതികേട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാളെ ഇതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവഗണിക്കപ്പെടുമ്പോൾ നമ്മളൊരു ശബ്ദമായി മാറാൻ കണ്ണമ്പ്ര വാർത്തകളുണ്ടാവും. കണ്ണമ്പ്ര വാർത്തകൾക്കൊപ്പം നിങ്ങളും ഉണ്ടാവും എന്നൊരു വിശ്വാസം നന്ദി നിർത്തുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സഹായം നിർബന്ധമായും നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്, കണ്ണമ്പ്രയുടെ ആവശ്യമാണ്. നമ്മളെപ്പോലെ അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നത് വരേക്കും പോരാടുക എന്നുള്ള ആ ഒരു വിപ്ലവത്തിൻ്റെ കൂടി ബാക്കി മാത്രമാണ്. നന്ദി, നമസ്കാരം.